കർത്താവായ ദൈവമേ, അവിടുന്ന് മനുഷ്യ രൂപം സ്വീകരിച്ചപ്പോൾ മനുഷ്യ ശരീരത്തെ ദൈവീകമായി അവിടുന്ന് ഉയർത്തി. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും അവിടുന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യ ശരീരത്തെ ദൈവീകമായി അവിടുന്ന് ഉയർത്തിയതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരങ്ങളും അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ. ഞങ്ങളുടെ അവയവങ്ങൾ അങ്ങയുടെ അവയവങ്ങളാണല്ലോ. ഞങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണല്ലോ. ഈ ശരീരത്തിൽ ജീവിച്ച് വിശുദ്ധമായി ജീവിച്ച് അങ്ങേക്ക് പരമമായ ആരാധന അർപ്പിക്കുവാനായി അവിടുന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലോ. കർത്താവെ, അതിന് നന്ദി പറയുന്നു. അവിടുന്ന് ശരീരത്തോടു കൂടി ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വലിയ സന്ദേശം ഇതായിരുന്നുവല്ലോ. ഞങ്ങളും അങ്ങയെപ്പോലെ തന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ആത്മാവ് എന്നതുപോലെ തന്നെ ഞങ്ങളുടെ ശരീരവും സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതാണ് എന്ന് അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ ശരീരത്തോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് സഭ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് മുൻപേ പോയ മാതൃകകളായ യേശുവിനോടും പരിശുദ്ധ അമ്മയോടുമൊപ്പം ഞങ്ങളും നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തെ ഏതെങ്കിലും തരത്തിൽ മലിനമാക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു കുരിശിൽ ചൊരിഞ്ഞ ആ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധമാക്കണമേ. ഈ മണിക്കൂറിൽ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന സകലരെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. യേശുവിന് വിലയേറിയ തിരുരക്തം ഇപ്പോൾ എല്ലാവരുടെയും മേലും തളിക്കപ്പെടട്ടെ. എല്ലാവരും ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിന് കാതോർത്തിരിക്കുവാൻ ഇടയാകട്ടെ. കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾ കൂടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-2 വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് ആരായാൻ ശ്രമിക്കാം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ യഥാർത്ഥമായ ആരാധനയായി ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുന്നതാണ്. നമ്മൾ വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ ആരാധിച്ചാൽ പോരാ. നമ്മൾ ബാഹ്യമായ ബലിവസ്തുക്കൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ പോരാ. നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ബലിവസ്തുവായി ഉയർത്തി അതിലൂടെ പരമമായ ആരാധന ദൈവത്തിന് സമർപ്പിക്കണം എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കാൻ നല്ലതാണ്. 1 കൊറിന്ത്യൻസ് 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടെയെന്ന്. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന്. നമ്മുടെ ഈ ശരീരം പരിശുദ്ധമാണ്.
നമ്മുടെ ആത്മാവ് പോലെ തന്നെ ദൈവം ദാനമായി നൽകിയതാണ് ഈ ശരീരവും. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ദൈവം ആദ്യം പൂഴിയിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തെ സൃഷ്ടിച്ചു. പക്ഷേ ആ ശരീരത്തിന് ജീവൻ ഇല്ലായിരുന്നു. ജീവൻ നൽകാൻ വേണ്ടി അവൻ്റെ നാസാരന്ധരങ്ങളുടെ ദൈവം ഊതി. അപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വികലമായ ഒരു വീക്ഷണം പലർക്കും ഉണ്ടായിരുന്നു. ശരീരം മണ്ണിൽ നിന്നും എടുത്തതായതുകൊണ്ടും ഈ ശരീരം മണ്ണിലേക്ക് പിന്തിരിയേണ്ടതായതുകൊണ്ടും ഈ ശരീരത്തിന് നാം പ്രാധാന്യം നൽകേണ്ടതില്ല, ആത്മാവാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരീരവും ആത്മാവും ഒരുപക്ഷെ പരസ്പര വൈരുദ്ധ്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്താഗതിയും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വീക്ഷണം മറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥം മനുഷ്യനെ കാണുന്നത് ഒരു പൂർണ്ണതയായിട്ടാണ്, അല്ലാതെ ശരീരവും ആത്മാവും വേർതിരിച്ചല്ല കാണുക. ഇൻറ്റഗ്രൽ ബീയിങ്, എല്ലാത്തിൻ്റെയും ഒരു സമഗ്രതയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരവും ആത്മാവും എല്ലാം ചേർന്ന ഒരു സമഗ്രതയാണ് മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത്. ഈ ശരീരം ഒരുപക്ഷെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എങ്കിലും നമ്മൾ പറയുന്നത് പോലെ, മൃതസംസ്കാര വേളയിൽ പറയുന്നത് പോലെ, ഈ ശരീരം വീണ്ടും മണ്ണിലേക്ക് മടങ്ങും എങ്കിലും അവിടെ ഈ ശരീരത്തിൻ്റെ ഭാവി അവസാനിക്കുന്നില്ല. ഈ ശരീരം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ഇത് വിലപ്പെട്ടതാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം വിശുദ്ധവുമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഒരു വസ്തുവിൻ്റെ വില നമ്മൾ അളക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കി എന്നതിനേക്കാൾ കൂടുതലായി ആരുണ്ടാക്കി എന്നതാണ്. ഒരുപക്ഷെ ഇന്നത്തെ മൊബൈൽ ഫോൺസ് എടുക്കുക. ചൈനക്കാർ ഇറക്കുന്ന മൊബൈൽ ഫോൺസ്, അതിൻ്റെ അതേ പ്രവർത്തന രീതി തന്നെ ഒരുപക്ഷെ ആപ്പിൾ ഐഫോൺസിനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആപ്പിൾ ഐഫോൺസ് ഒരിക്കലും, അല്ലെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരിക്കലും വില കുറച്ച് വിൽക്കുകയില്ല. ജനങ്ങൾ അതിന് പിന്നാലെ പോവുകയാണ്. ഒരുപക്ഷെ ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ്, ഒരേ റോ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കപ്പെടുന്നത് എങ്കിലും അത് ആപ്പിൾ എന്ന കമ്പനി ഉണ്ടാക്കി എന്നതുകൊണ്ട് അതിന് മാർക്കറ്റിൽ മൂല്യമുണ്ട്, വിലയുണ്ട്. ഒരു ക്യാൻവാസിൽ നാം എത്രയും മനോഹരമായിട്ടൊരു പടം വരച്ചാലും ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കളർ ഉപയോഗിച്ച്, പെയിൻറ് ഉപയോഗിച്ച് നമ്മൾ നല്ല ക്യാൻവാസിൽ മനോഹരമായ പടം വരച്ചാലും ലോകത്തിൽ പ്രശസ്തരല്ലാത്ത കലാകാരന്മാരാണ് നമ്മൾ എന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ആ പടത്തിന് വലിയ വിലയോ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ പ്രശസ്തനായ ഒരു കലാകാരൻ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ചെറിയ ഒരു പെൻസിൽ കൊണ്ട് ഒരു സ്കെച്ച് കോറിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിന് സൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ വിലയുണ്ട്. ഒരുപക്ഷെ ലേലം വിളിയിൽ ആ ചെറിയ ഒരു പടം വലിയ തുകയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുണ്ട്. ഉപയോഗിച്ച പെൻസിലോ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറോ അല്ല അതിന് വില കൽപ്പിക്കുന്നത്, പ്രത്യുത അത് വരച്ച ആളാണ്. ഇതുപോലെ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരം ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദൈവമാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചതെങ്കിൽ അതിന് ഒത്തിരി വിലയുണ്ട്, മൂല്യമുണ്ട്, അത് പരിശുദ്ധവുമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പൗലോസ് ലീഹ 1 കൊറിന്ത്യൻസ് 6-ാം അധ്യായം 13-ാം വചനത്തിലും 15-ാം വചനത്തിലും 19-ാം വചനത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 13-ാം വചനത്തിൽ പൗലോസ് ലീഹ പറയും, നമ്മുടെ ശരീരം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, സൃഷ്ടിച്ച ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ഈ ശരീരം. 15-ാമത്തെ വചനത്തിൽ പറയും, നമ്മുടെ അവയവങ്ങൾ കർത്താവിൻ്റെ അവയവങ്ങളാണ്. 19-ാമത്തെ വചനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് ലേഖ ഓർമ്മപ്പെടുത്തും, നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. കർത്താവിന് അവകാശപ്പെട്ടതാണ് ശരീരം, കർത്താവിൻ്റെ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരമെങ്കിൽ ഇതിനെ നമ്മൾ ദൈവഹിതപ്രകാരം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുക. എന്നാൽ
മോഹം എന്ന പാപം നമ്മിൽ ഉടലെടുക്കാൻ തുടങ്ങുമ്പോൾ ഈ ശരീരത്തിൻ്റെ വില നമ്മൾ നഷ്ടപ്പെടുത്തുകയും അശുദ്ധമാക്കാൻ തുടങ്ങുകയും ചെയ്യും. എൻ്റെ ശരീരം പവിത്രമാണ് എന്നും എൻ്റെ ശരീര അവയവങ്ങൾ കർത്താവിൻ്റെ അവയവങ്ങളാണെന്നും എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നും ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി സ്വന്തം ശരീരത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ശരീരത്തെയും അതുപോലെ തന്നെ കണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ സ്വന്തം ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാണാതെ, ദൈവത്തിൻ്റെ അവയവങ്ങളായി നമ്മുടെ അവയവങ്ങളെ കാണാതെ, ഇത് എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ളതാണ് എന്നുള്ള സ്വാർത്ഥ ചിന്തയുണ്ടായാൽ മറ്റുള്ളവരുടെ ശരീരത്തെയും അതുപോലെ തന്നെ മ്ലേച്ഛമായി കാണുകയും സ്വന്തം സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലൈംഗിക പാപങ്ങൾ ഉടലെടുക്കുന്നത്. മോഹം എന്നാൽ വീണ്ടും ഫുൾട്ടൻ ജേഷീൻ അതിനൊരു നിർവചനം നൽകുന്നുണ്ട്. ജഡീക സന്തോഷത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമാണ് മോഹം എന്ന തലപ്പെട്ട ദോഷം അല്ലെങ്കിൽ പാപം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഈ മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അനേകം മേഖലകളിൽ ഇത് പ്രകടമാക്കപ്പെടും. നമ്മൾ ആരും ഈ ശരീരത്തെ അശുദ്ധമാക്കി ജീവിച്ച് ദൈവത്തിന് അപമാനം വരുത്തുവാൻ വിളിക്കപ്പെട്ടവരല്ല. പ്രത്യുത ഈ ശരീരത്തെ വിശുദ്ധമായി ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. റോമാക്കാർക്ക് ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തും, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ എന്ന്. ഞാൻ ഇതര വ്യക്തിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും ഇതര വ്യക്തിയെ ഞാൻ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ളതൊന്നും കവർന്നെടുക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. ആ വ്യക്തിയുടെ ശരീരം മാന്യമാണ്, ആ വ്യക്തിയുടെ ജീവിതം വിലപ്പെട്ടതാണ്, ആ വ്യക്തിയുടെ അഭിമാനം മൂല്യമുള്ളതാണ് എന്ന് ഞാൻ കണക്കാക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തെയോ ആ വ്യക്തിയുടെ ജീവിതത്തെയോ സ്വന്തം സുഖസൗകര്യത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ തയ്യാറാവുകയില്ല. സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തെ മാനിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ലൈംഗിക പാപത്തിന് അവിടെ സ്ഥാനമില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ശ്ലീഹ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന്. ആത്മാവ് മാത്രം വിശുദ്ധമായിരുന്നാൽ പോരാ, ഈ ശരീരവും വിശുദ്ധമായിരിക്കണം എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരവും ആത്മാവുമായിട്ട് രണ്ട് വേർതിരിച്ച് കാണാൻ പറ്റുകയില്ല. അത് രണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നൽകിയതാണ്. അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആത്മീയ വിശുദ്ധി മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, ശാരീരിക വിശുദ്ധി കൂടിയാണ്. കാരണം ശരീരത്തിൽ ഉള്ള ആത്മാവും ആത്മാവ് വസിക്കുന്ന ശരീരവും രണ്ടും നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടതാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നൊരു കാര്യമുണ്ടല്ലോ, ശരീരത്തിന് ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഓരോ ക്രൈസ്തവനും ഓരോ ദിവസം ഏറ്റുപറയുന്ന വലിയ സത്യമാണ്, ശരീരത്തിന് ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനോടൊപ്പം തന്നെ എൻ്റെ ശരീരവും നിത്യസമ്മാനത്തിന് അർഹമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ശരീരം ഞാൻ സജ്ജമാക്കേണ്ടതുണ്ട്, ഒരുക്കേണ്ടതുണ്ട് എന്ന്. എന്നാൽ ഈ മോഹം എന്നിൽ ഉടലെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും അത് ലൈംഗിക തിന്മകളിലേക്ക് എന്നെ വലിച്ചിഴയ്ക്കും. എന്തിനാണ് ദൈവം ലൈംഗികത നൽകിയിരിക്കുന്നത്? ദൈവം ലൈംഗികത നൽകിയിരിക്കുന്നത് മനുഷ്യനിൽ വലിയൊരു ശക്തി നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈംഗികതയിലൂടെ ദൈവം നമ്മിൽ വലിയൊരു ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്തിനുള്ള ശക്തിയാണ്? സ്നേഹിക്കാനുള്ള ശക്തിയാണ്. ഒരു പുരുഷൻ എന്ന രീതിയിൽ എൻ്റെ ലൈംഗികതയാണ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്, സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പരോന്മുഖതയിലേക്ക് എന്നെ നയിക്കുന്നത്. എന്നിൽ തന്നെ ഞാൻ ഒതുങ്ങിക്കൂടാതെ, ഞാനാകുന്ന ആ ഗുഹയിൽ ഞാൻ ഒളിച്ചിരിക്കാതെ പുറത്തു കടന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അങ്ങനെ ബന്ധം സ്ഥാപിക്കാനുമൊക്കെ എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന
വലിയ ഒരു ശക്തിയാണ് എൻ്റെ ലൈംഗികത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മാനം മാത്രമാണ് എൻ്റെ ശാരീരികമായ വശമെന്ന് പറയുന്നത്. ലൈംഗികത ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ലൈംഗികത ഞാൻ ഉപയോഗിക്കേണ്ടത് സ്നേഹത്താൽ പ്രേരിതമായിട്ടായിരിക്കണം. പക്ഷേ ലൈംഗിക തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ സ്നേഹത്തിനും ദൈവിക പദ്ധതിക്കും നിരക്കാത്ത രീതിയിൽ സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരത്തെയും ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ മലിനമാക്കുകയും ചെയ്യുന്നു. വിവാഹിതരുടെ ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിവാഹിതരുടെ ശരീരത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. 1 കൊറിന്ത്യൻസ് 7-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ വിവാഹിതരുടെ ശരീരത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭർത്താവിൻ്റെ ശരീരം ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്, ഭാര്യയുടെ ശരീരം ഭർത്താവിനും അവകാശപ്പെട്ടതാണ്. ദാമ്പത്യ ധർമ്മ നിർവഹണത്തിനു വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ ഈ ശരീരം പരസ്പരം ബലിയർപ്പിക്കണം, ദാനം ചെയ്യണം എന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ ശാരീരികമായ ലൈംഗിക പ്രകടനം ദൈവം നന്മയായി കാണുന്നു. അത് സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലായി കർത്താവ് കാണുന്നു. പക്ഷേ ഈ മേഖലയിൽ പലപ്പോഴും പല തിന്മകളും സംഭവിക്കാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ നൈയാമികമായി ചെയ്യുന്ന ലൈംഗിക പ്രവൃത്തിയാണെങ്കിൽ പോലും അതിൽ പാപം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങളും അശുദ്ധമാകുന്ന ഒരു മേഖലയാണത്. മറ്റു വ്യക്തികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങളോ അശ്ലീലമായിട്ടുള്ള സിനിമകളോ എല്ലാം കണ്ട് വികാരത്താൽ മാത്രം പ്രേരിതമായി സ്നേഹം കൂടാതെ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുമ്പോൾ വാസ്തവത്തിൽ ദമ്പതികൾ വ്യഭിചാരം ചെയ്യുകയാണ്. എന്തിനാണ് ദൈവം ശാരീരിക സന്തോഷം ലൈംഗിക ബന്ധത്തിന് കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? അത് ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ദമ്പതികൾ അവരുടെ സ്നേഹം ശാരീരികമായി പങ്കുവയ്ക്കുമ്പോൾ അതിന് മാംസരൂപം പ്രാപിക്കുന്നതാണ് മക്കൾ. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക, ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ശ്രമസാധ്യമായ ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി സമർപ്പണവും ബലിയും ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഈ ഗൗരവമേറിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസെൻറ്റീവ്, ഒരു പ്രോത്സാഹനം ആവശ്യമാണ് എന്ന് കർത്താവിനറിയാം. ഈ ശാരീരിക സന്തോഷങ്ങൾ അങ്ങനെ പ്രോത്സാഹനമായിട്ട് മാത്രം ദൈവം നൽകിയതാണ്. പക്ഷേ ദമ്പതികൾ സ്നേഹത്താൽ പ്രേരിതമല്ലാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടല്ലാതെ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം ദാമ്പത്യ ധർമ്മം നിർവഹിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർ ലക്ഷ്യം മറന്നിട്ട് മാർഗം മാത്രം സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഗർഭഛിദ്രങ്ങൾ ധാരാളമായിട്ട് കടന്നുകൂടുന്നത്. പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സഭ അനുവദിക്കാത്ത ഗർഭനിരോധന മാർഗങ്ങൾ അനേകം പേരെ ഉപയോഗിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും ചെയ്യുന്നത്. സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്. സ്നേഹം എപ്പോഴും സൃഷ്ടിപരമാണ്. ലവ് ഈസ് ഓൾവേസ് പ്രൊഡക്റ്റീവ്. സ്നേഹം എപ്പോഴും സൃഷ്ടിപരമാണ്, അത് സൃഷ്ടിക്കും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹം പങ്കിടുമ്പോൾ അത് സൃഷ്ടിപരമാണ്. അത് ദൈവം ദാനമായി നൽകുന്ന ഒരു ശിശുവിൻ്റെ രൂപത്തിൽ അവതരിക്കപ്പെടുകയും ചെയ്യും. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം മാംസരൂപം പ്രാപിച്ചാണ് മക്കൾ. പക്ഷേ ദൈവം ഈ പങ്കുവെക്കലിലൂടെ നൽകുന്ന മക്കളെ എനിക്ക് വേണ്ട, ആ പങ്കുവെക്കലിലൂടെ കിട്ടുന്ന ശാരീരിക സുഖം മാത്രം മതി എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ലൈംഗിക പാപങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അതിൽ നിന്നുമാണ് ഗർഭഛിദ്രമുണ്ടാകുന്നത്. അതിൽ നിന്നാണ് മറ്റ് ലൈംഗിക വൈകൃതങ്ങൾ എല്ലാം ഉടലെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പോലും തങ്ങളുടെ സ്നേഹം ശാരീരികമായി പങ്കുവയ്ക്കുന്നത് വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം, ദൈവഹിതപ്രകാരം ആയിരിക്കണം എന്നത്.
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാം ഇതിന് വിരുദ്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഇന്ന് ലൈംഗിക വൈകൃതങ്ങൾ പരത്തുന്ന ഒത്തിരി കാര്യങ്ങൾ പരന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് മനുഷ്യ മനസ്സിനെ വികലമാക്കുന്നു, മലിനമാക്കുന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു അറിവ്, ആ അറിവ് അവൻ്റെ അബോധ മനസ്സിലേക്ക് പ്രവേശിക്കും. അബോധ മനസ്സിലേക്ക് വരുന്ന ഈ അറിവ് അനുകൂല സാഹചര്യത്തിൽ പിന്നീട് പുറത്തു വരും. ആ അറിവ് ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ അറിവ് മാത്രമല്ല ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടുക, ആ അറിവ് നേടിയ സമയത്തുള്ള വികാരങ്ങൾ കൂടി അതിനോട് ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു അശ്ലീല ചിത്രം കാണുന്ന ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ ആ അറിവ് മനസ്സിലേക്ക് വരുന്നു. അതിനോട് നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്നു. മനസ്സ് പ്രതികരിക്കുമ്പോഴാണ് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഈ അറിവിനോടൊപ്പം വികാരങ്ങളും അബോധ മനസ്സിലേക്ക് കടന്നു വരും. പിന്നീട് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഓർമ്മയും അതുപോലെ വികാരങ്ങളും പുറത്തു വരും. വികാരത്തിന് പ്രത്യേകതയുണ്ട്. വികാരം എപ്പോഴും ശരീരത്തിൽ ഊർജമുണ്ടാക്കും. ഊർജം മനുഷ്യ ശരീരത്തെ പ്രവർത്തന നിരതമാക്കും. അങ്ങനെ ആണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഒരു പ്രവൃത്തിയെ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിയുമ്പോൾ അത് സ്വഭാവമായി മാറും. അങ്ങനെയാണ് ദുസ്വഭാവങ്ങളും സൽസ്വഭാവങ്ങളും രൂപപ്പെടുന്നത്. ലൈംഗികമായിട്ടുള്ള അശ്ലീലങ്ങളായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉയർത്തുകയും വികാരങ്ങൾ ഉയർത്തുകയും ചെയ്യും. പിന്നീട് ഓർമ്മ പൊങ്ങി വരുമ്പോൾ വികാരം കൂടി പൊങ്ങി വരും. വികാരം ശരീരത്തിൽ ഊർജമുണ്ടാക്കും. ഊർജം ശരീരത്തെ പ്രവർത്തന നിരതമാക്കും. ആ പ്രവൃത്തി ആവർത്തിക്കപ്പെടുമ്പോൾ സ്വഭാവമായി മാറും. അങ്ങനെയാണ് നമ്മളിൽ പലരിലും ഈ ലൈംഗിക ദുശ്ശീലങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ണുകളെ നിയന്ത്രിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. മാധ്യമങ്ങളിൽ എന്ത് കടന്നു വന്നാലും നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ആവശ്യമുള്ളവയെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്ത തിരസ്കരിക്കുകയും ചെയ്യേണ്ട ഒരു വിവേകം, ഒരു വിവേചന ശക്തി നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും സ്വച്ഛന്തമായി വിഹരിക്കുവാൻ നമ്മൾ വിട്ടിട്ട് അതിലൂടെ കടന്നു വരുന്ന അശുദ്ധിയെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് വിശുദ്ധമായി ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അതുകൊണ്ടാണ് എപ്പോഴും ആത്മീയ പിതാക്കന്മാർ പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹണം നടത്തണമെന്ന്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പവിത്രവും പാവനവുമായി സൂക്ഷിക്കുവാനായി യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശരീരം ഏതെങ്കിലും സാഹചര്യത്തിൽ മലിനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരുഹൃദയത്തിന് ഒഴുകിയിറങ്ങിയ ആ തിരുരക്തം ഈ മലിനതയെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. ആ തിരുരക്തത്താൽ കഴുകപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മനിയന്ത്രണമെന്ന പരിശുദ്ധാത്മന ഫലങ്ങൾ നമ്മളുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓ കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കുവാനും ശരീരത്തിലൂടെ അങ്ങേക്ക് പരമമായ ആരാധന അർപ്പിക്കുവാനും വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഞങ്ങളിൽ ഉരുണ്ടുകൂടിയ മോഹമെന്ന പാപത്തിൻ്റെ ഫലമായി ഞങ്ങൾ ദുരുപയോഗിക്കുകയും ഞങ്ങളുടെ ശരീരത്തെ മറ്റുള്ള ശരീരത്തെയും ഞങ്ങൾ അവമതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഈ ശരീരത്തിലേക്ക് ഒഴുക്കി ഇതിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നും മറ്റുള്ള ശരീരവും ദൈവത്തിൻ്റെ ആലയമാണ് എന്നും തിരിച്ചറിഞ്ഞ് എന്നെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാധ്യമങ്ങളിലൂടെയോ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ ഞങ്ങൾക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ അശുദ്ധിയുടെ മേഖലയെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, കന്യകയായി ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത അമ്മയെപ്പോലെ വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.